പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ പൊതുമണ്ഡലത്തെ ആകെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും PV അൻവറാണോ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് ചോദിക്കുന്നു. മറ്റു ചിലർ VS അച്യുതാനന്ദൻ്റെ പുതിയ അവതാരമാണോ PV അൻവർ എന്ന് ചോദിക്കുന്നു. PV അൻവറിൻ്റെ കടന്നൽ കൂട്ടങ്ങൾ PV അൻവറിനെ ഏറ്റവും വലിയ വിപ്ലവകാരിയായും പാർട്ടി സഖാവായും അവതരിപ്പിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ PV അൻവറിന് പിന്തുണയേറുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഗൗരവ സ്വഭാവമാണ്. അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം PV അൻവർ പുറത്തു വന്നത് മലപ്പുറത്ത് നേരത്തെ SP യും ഇപ്പോഴത്തെ പത്തനംതിട്ട SP യുമായിട്ടുള്ള സുജിത് ദാസുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടുകൊണ്ടാണ്. അതിലൊക്കെ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സുജിത് ദാസ് പറഞ്ഞത്. അതിനകത്ത് മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല, ADGP MR അജിത് കുമാറിൻ്റെ കുടുംബം നടത്തുന്ന അഴിമതി, അതിൻ്റെ വിശദാംശങ്ങൾ, അയാളുടെ ഭാര്യയുടെ ബന്ധുക്കൾ നടത്തുന്ന അഴിമതി, ഇതൊക്കെയാണ് അതിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അത് തന്നെ ആളുകൾ വല്ലാതെ സ്തംഭിച്ചു പോയി. കാരണം ഒരു SP യുടെ നേതൃത്വത്തിലുള്ള കാര്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടത്. അത് കേട്ടിട്ടാണ് ആളുകൾ വല്ലാതെ സ്തംഭിച്ച് ഞെട്ടിപ്പോയത്. ഞെട്ടൽ കൂടിയത് അത് കേട്ടിട്ടാണ്. അതിൽ ADGP അജിത് കുമാറിനെ കുറിച്ചിട്ടാണ് പ്രധാനമായി പറയുന്നത്. അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഇയാൾ സമ്പന്നരുമായിട്ടാണ് ഇയാൾക്ക് ബന്ധം, ഇയാൾക്ക് K സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം, ഇയാൾക്ക് KC വേണുഗോപാലുമായിട്ടുള്ള ബന്ധം, KC വേണുഗോപാലുമായി ചേർന്നുകൊണ്ട് ഇയാൾ സോളാർ കേസ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുപോലെ തന്നെ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാജൻ സ്കറിയയുടെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇയാൾ 1.5 കോടി 2 കോടിയോ മറ്റേ കൈക്കൂലി മേടിച്ചു എന്നുള്ളത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞ അയാൾക്കുള്ള അധോലോക ബന്ധത്തെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ്. കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ എല്ലാം അതൊക്കെ പിടിച്ചെടുക്കുന്നതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ADGP അജിത് കുമാറാണ് എന്നാണ് അതിനകത്ത് കാര്യകാരണ സഹിതം ആ പോലീസുകാരൻ പറയുന്നത്. ദുബായ് ഹോൾസെയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ അവിടുന്ന് കേരളത്തിലേക്ക് കടത്താൻ വേണ്ടി ഏതു മലയാളി സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും അതിൻ്റെ വിശദാംശങ്ങൾ ഈ ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കള്ളക്കടത്ത് സംഘത്തിൻ്റെ കയ്യിലെത്തും എന്ന് പറയുന്ന അയാൾ കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് അയാളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അയാൾ പറയുന്നു. അവസാനം അയാൾ ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്, അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള കാര്യം അയാൾ പറയുന്നു. വേറൊരു ഘട്ടത്തിൽ PV അൻവർ പറഞ്ഞെന്താ, അജിത് കുമാറിൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേത്തലയ്ക്കൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോംബെയിലെ ഒരു അധോലോക സംഘത്തിൻ്റെ നേതാവാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയെല്ലാം അയാൾ പറഞ്ഞു വെക്കുന്നത് എന്താ, കേരളത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഒരു കള്ളക്കടത്ത് അധോലോക സംഘത്തിൻ്റെ പരമാധികാരിയാണ്, ഏകഛത്രാധിപതിയാണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അൻവർ ഉയർത്തുന്നത്. അതിനെ തുടർന്ന് അയാൾ എന്താ പറഞ്ഞത്, ഈ അജിത് കുമാറിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് CPM കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ്. P ശശിയെ കുറിച്ചിട്ടും അയാൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇതാണ് അൻവർ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളാണ് PV അൻവറിനെ പുതിയൊരു തലത്തിലേക്ക് ഒരു വലിയ പോരാളിയാക്കി അൻവറിനെ മാറ്റാനുള്ള കാരണം അൻവർ പൊതുമണ്ഡലത്തിലേക്ക് ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളൊക്കെ അൻവർ ഉന്നയിച്ചതുകൂടി പ്രതിപക്ഷം ആകെ നിഷ്പ്രഭമായി പോയി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കാനില്ല എന്ന് മാത്രമല്ല, അതിന് വേറൊരു തലവും കൂടി നൽകി അൻവർ ഒരു ഘട്ടത്തിൽ. എന്താണ് അതിനൊരു സംഘപരിവാർ ബന്ധം, ADGP അജിത് കുമാറിൻ്റെ സംഘപരിവാർ ബന്ധവും അയാൾ പുറത്തു കൊണ്ടുവന്നു.
പൂരം കലക്കിയത് എങ്ങനെ എന്നുള്ളത് ഒക്കെ അയാൾ പുറത്തു കൊണ്ടുവന്നു. തനി RSSുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഇയാൾ എന്നുള്ള വിഷയവും കൂടി അയാൾ പുറത്തു കൊണ്ടുവന്നതോടുകൂടി അയാൾ യഥാർത്ഥത്തിൽ വലിയൊരു പോരാളിയുടെ മുഖം അയാൾക്ക് ലഭിച്ചു. അതിനെ തുടർന്നാണ് അയാൾ അയാൾ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ്, അയാൾ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്, അയാൾ CPMനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നതാണെന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകാനുള്ള കാരണം അതാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ അയാളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങൾക്ക് ഇത്രയും കൂടുതൽ പിന്തുണ ഉണ്ടാവാനുള്ള കാരണം എന്താ സുഹൃത്തുക്കളെ? യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ആരോപണങ്ങൾ മുഴുവൻ, ആ പോരാട്ടങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പോർമുഖം അയാൾ തുറന്നിരിക്കുന്നത് ADGP അജിത് കുമാറിനോ P ശശിക്കോ എതിരായിട്ടല്ല, മറുഭാഗത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് പിന്തുണയേറുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണമായാലും, എന്തിനു പറയുന്നു SP സുജിത് ദാസിനെതിരായിട്ടുള്ള ആരോപണങ്ങളായാലും, അതോടൊപ്പം തന്നെ P ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളായാലും ചെന്നു തറയ്ക്കുന്നത് പിണറായി വിജയൻ്റെ ചങ്കത്താണ് എന്നുള്ളത് കൊണ്ടാണ് PV അൻവർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് ഇത്രയും പിന്തുണയേറുന്നത്. കാരണം എന്താ? P ശശി ഇപ്പം അൻവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്രയും വലിയ അധോലോക നേതാവായി MR അജിത് കുമാറിന് മാറണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ കഴിയുമോ സുഹൃത്തുക്കളെ? അത് വളരെ ലളിതമായിട്ടുള്ളൊരു സമവാക്യമല്ലേ? P ശശി മാത്രം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെ ഇത് കഴിയുമോ? കഴിയില്ല. എന്നാൽ അൻവർ എന്താ പറയുന്നത്? മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി വളരെ മാന്യനാണ്, വളരെ നല്ല സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നത്, ഇതൊക്കെ ഇവർ തന്നെത്താനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ അൻവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും നേഴ്സറി കുട്ടിയെങ്കിലും അത് വിശ്വസിക്കുമോ സുഹൃത്തുക്കളെ? അപ്പം അതുകൊണ്ട് അൻവർ ഈ ആരോപണം മുഴുവൻ P ശശിക്കെതിരെ തിരിച്ച് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ആരോപണങ്ങൾ മുഴുവൻ ചെന്ന് തറയ്ക്കുന്നത് പിണറായി വിജയൻ്റെ ചങ്കത്തും പിണറായി വിജയൻ്റെ നെറ്റിയിലുമാണ്. പിണറായി വിജയൻ്റെ മസ്തകത്തിനിട്ടാണ് P ശശി ഈ അടി മുഴുവൻ അടിക്കുന്നത്. കാരണം പിണറായി വിജയൻ അറിയാതെ P ശശിയും MR അജിത് കുമാറും പ്രവർത്തിക്കില്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. അപ്പം അതുകൊണ്ട് PV അൻവർ നടത്തുന്ന ഈ സമരങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഏക കാരണവും ആ പോരാട്ടം പിണറായി വിജയനെതിരായിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൻവർ നടത്തുന്ന സമരത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് മുഴുവൻ പിണറായി വിജയനാണ് എന്നു മാത്രമല്ല, പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ പ്രതിപക്ഷത്തിന് പോലും ഇവിടെ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതും കൂടെ നമ്മൾ കാണണം. ഇവിടെ ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കുന്നുണ്ടല്ലോ 2-3 വർഷമായിട്ട്. അവർക്ക് ഈ അൻവർ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? അവർക്ക് കഴിയുന്നില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അൻവർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ ലഭിക്കുന്നത് അത് അജിത് കുമാറിനും P ശശിക്കുമെതിരെ അൻവർ നടത്തുന്ന പോരാട്ടമായതുകൊണ്ടല്ല, മറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് അൻവർ നടത്തുന്ന പോരാട്ടമാണ് എന്നാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് അൻവറിന് ഇത്രയും കൂടുതൽ പിന്തുണ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയണം.